എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്തെല്ലാം ഓണമൊക്കെ ആഘോഷിക്കാനായിട്ട് കടകളിൽ എല്ലാം സാധനങ്ങളും ഓണക്കോടിയൊക്കെ വാങ്ങിക്കാനുള്ള തിരക്കാണ്. ഞാനും മോനും കൂടെ പോവുകയാണ് ഓണക്കോടി സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഏത് കടയിലാണ് പോകുന്നതെന്ന് കാണാം. ഹലോ, അങ്ങനെ ഓണക്കോടി എടുക്കാനുള്ള പുറപ്പാടാണ്. വന്നപ്പോൾ 2 ചെമ്പരത്തിയൊക്കെ നിൽക്കുന്നു, നല്ല കിടിലൻ ചെമ്പരത്തി പൂ. അങ്ങനെ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടെ എടുത്തു. പപ്പായയൊക്കെ നിൽക്കുന്നു, എല്ലാം വിളഞ്ഞ് ആകാറായി. അങ്ങനെ ഞങ്ങൾ പതുക്കെ യാത്ര തിരിച്ചു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഉടനെ തന്നെ അറിയാം. ഇഷ്ടം പോലെ കടകളാണിപ്പോൾ ഉള്ളത്. എവിടെ നിന്ന് എടുക്കുമെന്നുള്ള ചിന്തയാണ്. അത്രയ്ക്കങ്ങ് കിടക്കുകയാണ് കടകൾ, തുണിക്കടകൾ, ഹോട്ടലുകൾ എല്ലാം. അപ്പോൾ അത് തന്നെയാണ് ഓപ്പൺ ചെയ്തങ്ങ് അടുത്ത കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതോ ഒരു ചടങ്ങ്, വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ ചടങ്ങ് ഈ കേശവൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലായിടത്തും മഞ്ഞ കൊടികളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ പാർക്കും കടന്ന് ഞങ്ങളിങ്ങനെ പോവുകയാണ്. വഴിയോര കാഴ്ചകളും കൂടി കാണിക്കാനായിട്ടാണ്. കൊടികളൊക്കെ നാട്ടിയിരിക്കുന്നത് കണ്ട എല്ലാവരും അങ്ങനെ നെട്ടോട്ടത്തിലാണ്. ഓണം ഇങ്ങെത്തി. ഓണക്കോടി എടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും എല്ലാം നമുക്ക് എടുക്കാം. അങ്ങനെ പോവുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കടയിലേക്കാണ് പോക്ക്. ഇപ്പോൾ തന്നെ കടയുടെ മുമ്പിലെത്തും. അങ്ങനെ ചിന്നക്കട വഴി കടന്ന് പോവുകയാണ്. ജെറോം നഗർ പാസ് ചെയ്ത് കട കണ്ട ജോയ് ആലുക്കാസ്, ജോളി സിൽസ് ആ കടയിലേക്കാണ് പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ എൻട്രൻസിലും അതിനകത്തേക്കൊക്കെ പ്രവേശിച്ച് കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ കട സെലക്ട് ചെയ്തത്. ഇവിടെ നമ്മുടെ സ്ഥലത്ത് മടനടയിലും ബോളേത്തോട്ടിലൊക്കെ ഇഷ്ടം പോലെ കടകളുണ്ടെങ്കിലും എല്ലായിടത്തും ഒന്ന് കയറി നോക്കുമ്പോൾ ഒരു സായുജ്യം കിട്ടും. പല കടകളിൽ കയറി പല തുണിത്തരങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ കടയിൽ പോയാണ് എടുക്കുന്നത്. അങ്ങനെ ഇത് മോന് തുണി എടുക്കാനായിട്ട് വന്നതാണ്. ഇതിൻ്റെ എൻട്രൻസ് കണ്ട ഒരു മാവേലിയുടെ പടമൊക്കെ ഉണ്ട്. നല്ല ഹാപ്പി ഓണമൊക്കെ എഴുതി നല്ല ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടുന്നതെല്ലാം ചെയ്ത് കട അങ്ങ് അലങ്കരിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കേക്ക്സ് എന്നും പറഞ്ഞൊരു കടയുണ്ട്. നമുക്ക് തുണിയൊക്കെ എടുത്തിട്ട് ഈ കടയിൽ വന്ന് റെസ്റ്റ് എടുത്ത് അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് കേക്കും സ്നാക്സും ഒക്കെ കഴിച്ച് വരാം. വഴിയോര റോഡാണ്, തിരുവനന്തപുരം ആലപ്പുഴ റോഡ്. നമുക്ക് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇങ്ങനെ വണ്ടികൾ പോകുന്നത് ഇവിടെ നിന്ന് താഴോട്ട് കാണാം. നല്ല രസമാണ്. ഞാനങ്ങനെ അതും കൂടെ അവിടെ നിന്നൊരു വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ കടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഹാപ്പി ഓണം. അതിൻ്റെ കൂട്ടത്തിലൊരു നടി ഉണ്ട്, നമ്മുടെ കാജോൾ. ആ ഒരു ഫോട്ടോയും വെച്ചിരിക്കുന്നു. മാവേലി വരവേൽക്കാനായിട്ട് നിൽക്കുന്നു. ഓണത്തപ്പൻ കുടവേറൻ നിൽക്കുന്നു. ചെണ്ടയൊക്കെ കൊട്ടി വരവേൽക്കാനായിട്ട് നിൽക്കുകയാണ്. ആളുകൾ തുണിയൊക്കെ എടുത്ത് പുറത്ത് പോവുകയും കുട്ടികളൊക്കെ അവിടെ ഓടി നടന്ന് കളിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ നിന്നൊരു വീഡിയോ എടുത്തു. മോനെയും വിളിച്ചു. മോൻ വരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. അതൊക്കെയാണ് ഒരു രസം. വീഡിയോ എടുക്കുന്നതാണ് മെയിൻ. അങ്ങനെ കടയുടെ അകത്തേക്ക് ചെന്നപ്പോൾ അടിപൊളിയായിട്ടൊരു പൂക്കളം കണ്ടു. സൂപ്പറായിട്ടുണ്ട്. പല പൂക്കളെ കൊണ്ട് അലങ്കരിച്ചത്. നടിയുടെ പടം അകത്തും വെച്ചിട്ടുണ്ട്, എൻട്രൻസിലും ഉണ്ട്. കഥകളിയുടെ രൂപവും വള്ളംകളിയുടെ രൂപമൊക്കെ ഉണ്ട്. അങ്ങനെ വരവേൽക്കാനായിട്ട് അവിടെ സെയിൽസ് ഗേൾസൊക്കെ നിൽപ്പുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. അങ്ങനെ അവിടെ ചെന്ന ഉടനെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ആണുങ്ങളുടെ ജെൻസ് ഉള്ള ഈ സ്ഥലത്തേക്ക് എത്തി. ഷർട്ടുകളെല്ലാം അടുക്കി നിരത്തിയിട്ടിരിക്കുകയാണ്. പല റേറ്റിലുള്ളത് ആണ്. നമ്മൾ ആദ്യം ചെന്നത് തന്നെ ഇച്ചിരി നല്ല ക്വാളിറ്റി, സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള നല്ല ഇച്ചിരി വിലയുള്ള സ്ഥലത്തേക്കാണ് ചെന്നത്. അവിടെ നിന്ന് 3-4 എണ്ണം എടുത്ത് ഓരോന്നായിട്ടൊക്കെ ഇട്ടൊക്കെ നോക്കി എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ഞാൻ ഓരോന്ന് ഇട്ട് നോക്കുമ്പോൾ ഒരു വീഡിയോയൊക്കെ എടുത്ത് ഓരോന്നിട്ട് കാണിക്കും. അങ്ങനെ ഞാൻ കുറേ സമയം അവിടെ പോസ്റ്റായി. അവന് മാത്രം ഈ ഷർട്ട് എല്ലാം ഓരോന്നോരോന്ന് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം കുറേ നേരമായപ്പോൾ ഞാൻ മടുത്തു. കാരണം ലേഡീസിൻ്റെ സെക്ഷനാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒക്കെ നോക്കാം. ഇത് ആണുങ്ങളുടെ ആമ്പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതേ അവരെടുക്കത്തുള്ളൂ.
ഇത് കാണാവുന്നേ ഉള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ടതേ അവർ സെലക്ട് ചെയ്യും. അങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് എന്നെ കാണിക്കുകയാണ് കൂടെ നിൽക്കുന്ന സെയിൽസ് കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുത്തത് പാൻസിൻ്റെ സെക്ഷൻ, ജീൻസ് പാൻസ് സെക്ഷനാണ്. അവിടുത്തെ പല റേറ്റിലും, നല്ല ഹൈ റേറ്റിലുള്ളത് കൊണ്ട് മീഡിയം റേറ്റിലുള്ളത് കൊണ്ട് അങ്ങനെ അതൊക്കെ നോക്കി ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങളുടെ മോൻ്റെ ഓണക്കോടി എടുപ്പ് 1-ാം ഘട്ടം. ഇനി 2-ാം ഘട്ടമുണ്ട്, അത് വേറെ കടയിൽ നിന്നാണ്. 1-ാം ഘട്ടം അത്രയായപ്പോഴത്തേനും അങ്ങ് മടുത്ത്. കാരണം അങ്ങ് നിന്ന് ഞാൻ ഈ ജോലിയും കഴിഞ്ഞ് ചെന്നതാണ്. അതിൻ്റെ കാരണം അങ്ങ് ഇതായി കുറേയൊക്കെ ഇട്ട് നോക്കി അവിടെയൊക്കെ കറങ്ങി നടക്കുമ്പോഴത്തേനും നമ്മുടെ ലേഡീസിൻ്റെ ആണെങ്കിൽ നമുക്ക് മടുപ്പ് വരത്തില്ല. അങ്ങനെ ആളുകൾ ഫാമിലിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ട ഇതൊക്കെ ടീഷർട്ട് സെക്ഷനാണ്. എനിക്കതിനകത്തൊന്ന് നല്ലത് 2 എണ്ണം ഇഷ്ടപ്പെട്ടു. പക്ഷേ അന്നേരം മോനത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കണ്ടാൽ തൂക്കിയിട്ടിരിക്കുന്ന കണ്ട ബോട്ടം കണ്ട, ഇതൊക്കെ ഇങ്ങനെ പല സെക്ഷനായിട്ട് ഇട്ടേക്കാണ്. നല്ല ഒരു സമാധാനമുണ്ട് ഇവിടെ വന്ന് തുണിയെടുക്കാൻ. കാരണം അത്രയ്ക്ക് ആളുകളൊന്നും തിരക്കായിട്ടില്ല. ഇപ്പോൾ ഇത്രയും തുണിക്കടകൾ എല്ലായിടത്തും ഉള്ളത് കൊണ്ടും പരസ്യങ്ങളും എല്ലാം കിടക്കുന്നത് കൊണ്ടും പല സ്ഥലങ്ങളിലും ആളുകളങ്ങ് ഇടിച്ച് കയറുന്നു. ചില കടകളൊക്കെ അത്രയ്ക്ക് തിരക്കൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ദാണ്ട ഓണക്കോടി എടുത്തു. പോളീസിൽ കണ്ട അങ്ങനെ എടുത്ത് വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ പെട്ടികൾ ഒക്കെ അവിടെ വിൽപ്പനയുണ്ട്. ദാണ്ട ബെൽറ്റുകൾ, ഒരു അത്തപ്പൂക്കളത്തിൻ്റെ പുറത്ത് ഒരു രൂപം, അതിനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഷർട്ടൊക്കെ ഇടിച്ച് നിർത്തിയിരിക്കുന്നു. പ്രതിമകളാണ് ഓരോന്നും. അങ്ങനെ ഹാപ്പി ഓണം ഇന്നലെ ഇടേണ്ടത് വീഡിയോയാണിത്. ചില പ്രശ്നങ്ങളായിരുന്നു തിരിച്ചിറങ്ങി വീണ്ടും ഒന്നും കൂടെ അവിടെയൊക്കെ നോക്കി കണ്ട് ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾ കേക്ക്സ് ആൻഡ് കേക്ക്സിലൊന്നും കയറിയില്ല. വീണ്ടും ഒന്നാം ഘട്ടം കഴിഞ്ഞ് കേക്ക്സ് ആൻഡ് കേക്ക്സ് കാണുന്നു. വെളിയിൽ നിന്ന് വീണ്ടും ഒരു വീഡിയോയും കൂടി എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.